ഗായ്സ്, അപ്പോൾ ഇന്ന് ഡിസംബർ 24 നമ്മളൊരു ചെറിയ ക്രിസ്മസ് സെലിബ്രേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ട്, കുറച്ച് വീടിൻ്റെ അടുത്ത് കസിൻസൊക്കെ ആയിട്ട് കുറച്ച് ഗ്രൂപ്പ് ഉണ്ട്. അപ്പം ഒരു സെലിബ്രേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് നടത്താൻ പോവുകയാണ്. ഇന്ന് 24 തീയതിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്. അതുപോലെ ഞങ്ങൾ കോസ്റ്റ്യൂം തീരുമാനിച്ചിട്ടുണ്ട്. കോസ്റ്റ്യൂമിൻ്റെ കളർ യെല്ലോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ യെല്ലോ ഇട്ടിട്ടുണ്ട്, പിള്ളേർക്ക് യെല്ലോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും യെല്ലോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. യെല്ലോ തന്നെ ആയിരിക്കണം. അപ്പം പിന്നെ ഇനി അവിടെ നമ്മളൊരു പറമ്പിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവരുടെയും വീടിൻ്റെ നടുവിലായിട്ടൊരു പറമ്പ് വരുന്നുണ്ട്, അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാര്യങ്ങൾ ലൈറ്റ് ഉണ്ടോ വെട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടോ ഒന്നും അറിയില്ല. എന്തായാലും മാക്സിമം വീഡിയോ എടുക്കാൻ പറ്റുന്ന പോലെ ചെയ്യാം. എന്തായാലും വീഡിയോ കാണാം. അപ്പോൾ ദേ നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഓൺലൈനായിട്ട് എക്സ്മസ് ഫ്രണ്ടിനൊക്കെ തിരഞ്ഞെടുക്കൽ കഴിഞ്ഞതാണ്. അപ്പോൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് പോവാം. അപ്പോൾ ദേ മോൻ ദേ റെഡിയായി യെല്ലോ ഇട്ടിട്ട് നിൽക്കണു, കുഞ്ഞിപ്പെണ്ണ് ദേ യെല്ലോ ഇട്ടിട്ട് നിൽക്കണം. എല്ലാവരും ഒന്ന് യെല്ലോയിൽ അമ്മയും യെല്ലോ. അപ്പോൾ എല്ലാവരും യെല്ലോയിൽ മുങ്ങി നിൽക്കുകയാണ്. ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ലച്ച് നമ്മളെ കാണാണ്ടായപ്പോൾ വിളിക്കാൻ വന്നതായിരുന്നു. ദേ പോയിക്കോട്ടിരിക്കുകയാണ്. ഗൈസ്, അവിടെ ബഹളം പാട്ടും ഒക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ ലൈറ്റ് കുറവാണ്. എന്നാലും പറ്റുന്ന പോലൊക്കെ വീഡിയോ എടുക്കാം കേട്ടോ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ക്രിസ്മസ് സെലിബ്രേഷൻ നമ്മളെല്ലാരും ഇവിടെ സെറ്റായി വന്നിരിക്കുകയാണ്. സോ നമ്മൾ ഫസ്റ്റ് തന്നെ സൈലന്റ് പ്രയർ എന്നിട്ട് മൗന പ്രാർത്ഥന. ഓക്കെ, നമുക്കപ്പോ ഫസ്റ്റ് എന്തായാലും കേക്ക് കട്ടിങ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ ഗ്രൂപ്പിലെ ഏറ്റവും മുതിർന്ന 2 persons ആന്റിയമ്മ, ചെറിയ മേഡമ്മ, രണ്ടുപേര് അപ്പോൾ അതേ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞേക്കും. നമ്മൾ ക്യാരറ്റ് പുഡിംഗ് കേക്കാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ഇനി എല്ലാവരും ഓരോരുത്തരും ഓരോ പീസ് എടുത്ത് കഴിക്കാൻ പോവാണ്. ഞാനൊരു പീസ് എടുത്ത് കഴിക്കുന്നു. ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഒരു 3 വർഷമൊക്കെ ആയി കാണും അത് തുടങ്ങിയിട്ട്. ഈ 3 വർഷവും കറക്റ്റായിട്ട് മുടങ്ങാതെ നടക്കുന്ന ഞങ്ങളുടെ ഒരേ ഒരു പ്ലാനിങ് പരിപാടിയാണ് ഈ ക്രിസ്മസ് സെലിബ്രേഷൻ എന്ന് പറയുന്നത്. വേറെ ഒരു പരിപാടിയും ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ. പക്ഷെ കറക്റ്റായിട്ട് ക്രിസ്മസ് സെലിബ്രേഷൻ നമ്മൾ അടിച്ചു പൊളിക്കും. ചെറു പിള്ളേരുടെ തുടങ്ങിയാൽ അപ്പൊ പിള്ളേരുടെ ഏറ്റവും കുഞ്ഞായിട്ടുള്ള റിയ ബേബി ഇതുപോലെ തന്നെ ക്ലൂ പറഞ്ഞിട്ട് വേണം കൊടുക്കണമെങ്കിൽ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് ഇന്ന് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് ഫ്രണ്ട് ആരാന്ന് വെച്ചാല് കുഞ്ഞിപ്പെണ്ണിന്റെ
അച്ഛന്റെ ചേട്ടന്റെ ഫ്രണ്ടിന്റെ മോനാണോ? ഫ്രണ്ടിന്റെ മോനാണോ? ഫ്രണ്ടിന്റെ മോൻ സിദ്ധു. നീ പറഞ്ഞോ. നമ്മുടെ യോയോ ബേബി ഗേൾ ആരാ? ലച്ചു. ഓ അല്ല, ഞാൻ സമ്മതിക്കില്ല. അതായത് ഇവിടെ ചെറുതായിട്ടൊന്ന് ആള് മാറിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടാണ്. ഇതിൽ ഏറ്റവും ചെറുതാണ്. ക്യൂട്ട് ബേബി എടിക്ക്. പോയി മേടിച്ചോ? താങ്ക് യു പറയ്. താങ്ക് യു. നേരത്തെ തെറ്റിപ്പറഞ്ഞ ലച്ചുവിനെ കിട്ടിയത് നമ്മുടെ അക്കൂനായിരുന്നു. നമ്മുടെ ഇവിടെ ഉള്ളതല്ല, കുറച്ച് അയ്യോടാ പാവം. കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളതാണ്. സ്കൂട്ടി വരുന്നതാണ്. സിമ്പിൾ ക്ലൂ എനിക്കാണ് ഗിഫ്റ്റ് തന്നു. ഓ അതാ ഞാൻ പറഞ്ഞത്. എന്നിട്ടും പറഞ്ഞോളൂ. ഹാപ്പി ക്രിസ്മസ് വരാ. അതെയല്ലേ ഗിഫ്റ്റ് മേടിച്ചാ പോയിട്ട് വലിയ പിള്ളേരുടെ കഴിഞ്ഞ നമുക്ക് പിള്ളേരുടെ കഴിഞ്ഞവരുടെയിലേക്ക് കടക്കുകയാണ്. അതെന്റെ ജോലിയാണ്. വക്കീലും ജഡ്ജിയും ഞാൻ ഷോളൊക്കെ മാറ്റാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഒരാളോട്. എനിക്ക് കിട്ടിയേക്കണത് ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ആദ്യമായിട്ട് എന്റെ കൂടെ റീൽ ചെയ്താണ്. ഞാനാണല്ലേ ഭാഗ്യത് ഇവിടെ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഡെയിലി പോസ്റ്റ് ഇടുന്ന നമ്മുടെ കൂട്ടത്തിലെ വ്യക്തി. ചേച്ചി നീ ചേച്ചി അല്ലെങ്കിൽ ഞാൻ ചേച്ചി. കൈയടിക്ക്. വയസ്സാകാലത്തും നാട് തന്നെ നടക്കുന്ന ഫ്രണ്ടിന്റെ ചേച്ചി. ഹാപ്പി ക്രിസ്മസ്. മോന്റെ ഫ്രണ്ടിന്റെ വൈഫ്. ഒരു കൈവതം മാറ്റരുത്. ബോക്സ് ചെയ്തോ?
കലാപരിപാടികൾ ആരംഭിക്കാൻ പോവാ. കലാപരിപാടികൾ ആരംഭിക്കാൻ പോവാട്ടോ. ഞാൻ പാടാൻ പോണ ഞാൻ ആദ്യമായിട്ട് സഭയിൽ സോങ്ങാണ്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടോ എനിക്കറിയില്ല. കേട്ടിട്ടില്ല, പാടിക്കോ. നിങ്ങളെന്തെങ്കിലും നോക്കിക്കുന്നതാണോ? മുല്ലത്തറയിലെ വെണ്ണില ചേലോടെ പൊൻതിരി വെട്ടം തെളിഞ്ഞേ അന്നത്തെ അന്തിയിൽ ഞാൻ ആ സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ. പാട്ട് പാടാൻ വേണ്ടി കുഞ്ഞമ്മാമേനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എന്തിനി ചിലങ്കകൾ എന്തിനി കൈവളകൾ എൻ പ്രിയനെന്നരികിൽ വരില്ല എങ്കിൽ. സോങ് ആണ് മമ്മായിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ചേലോരുമോമൽ കുഞ്ഞാകണം പൂച്ചൂടണം കണ്ണെൻ്റെ മുന്നിൽ നീ ചെല്ലണം അമ്പാടി പെണ്ണാകണം. സോ ഗൈസ്, നമ്മുടെ നെക്സ്റ്റ് സോങ് നമ്മുടെ ഒരു ഗ്രൂപ്പ് സോങ് ആണ്. ചെറിയമ്മ, അമ്മുമായി, കീർത്തനേച്ചി. മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ കാട്ടിൽ മാങ്ങ കടിച്ചു നടക്കാം കാറ്റിൻ പാത താഴം പൂവേ ആശകത്തൻ മൺതോണിയുമായി തുഴഞ്ഞരികെ ഞാൻ വരാം. ഒരുമിച്ച്. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ എന്ന്. തക്കാളി ചോപ്പുള്ള പൂങ്കവിളോരത്ത് നാണത്തിനുണക്കുഴിയോ. അമ്മായിനെ ഇൻവൈറ്റ് ചെയ്യാം. சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து விட்ட ஆசை வெண்ணிலவ தொட்டு முத்தமிட ஆசை என்னை இந்த பூமி சுற்றி வர ஆசை. ട്രാക്ക് മാറ്റി. ഒരു സ്ഥലത്തെ ട്രാക്ക് മാറ്റി.